ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ ടീകോമിന്റെ പിന്മാറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ചർച്ചയായി നിൽക്കുന്നത്. രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ അടക്കമുള്ളവരൊക്കെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് KM ഷാജി. ടീകോമിന് പകരം ആരാണ് കേരളത്തിലേക്ക് വരുന്നതെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കണം. ഊരാളുങ്കലിനെയാണോ അതോ വീണ വിജയന്റെ കമ്പനിയെയാണോ കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഷാജി ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ബന്ധമുള്ള ഏത് കമ്പനിയാണ് ഇത് നടത്തുന്നതെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ടെന്നും KM ഷാജി. ടീകോം പോകട്ടെ, പക്ഷെ ടീകോമിന് പകരം ആരാണ് കേരളത്തിലേക്ക് വരുന്നത്? നിങ്ങളുടെ QNCC ആണോ? നിങ്ങളുടെ ഊരാളുങ്കലാണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മറുപടി പറയണം. ടീകോമിന് പകരം IT രംഗം വാഴാൻ വരുന്നത് ഊരാലുങ്കലാണോ? അതല്ല. മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മോഷൻ ഉണ്ടല്ലോ, ക്യാമറകൾ വെച്ച് കച്ചവടം ചെയ്ത അമ്മോഷൻ, അയാളാണോ? അതല്ല. മുഖ്യമന്ത്രിയുടെ മകൾ സാക്ഷാൽ വീണയാണോ? അതുമല്ല. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് മെജോറിറ്റിയുള്ള ഏത് കമ്പനിയാണ് ഇത് നടത്തുന്നത് എന്ന് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. KM ഷാജിയുടെ വാക്കുകളാണ് കേട്ടത്. പക്ഷേ ഇന്നലെ മന്ത്രി P രാജീവ് തന്നെ വ്യക്തമാക്കിയതാണ്. നിലവിൽ ടീകോം ഇതുമായി ബന്ധപ്പെട്ട ഒരു റെസ്പോൺസ് നടത്തിയിട്ടില്ല. സർക്കാർ തന്നെ ആ ഭൂമി കൈവശം വെക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത്.